പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ ധാരാളം അധ്വാനിക്കുന്ന ആൾക്കാരായിരുന്നു ഫിസിക്കലി. ആ കാലഘട്ടം മാറിയിട്ട് മാനുഷിക അധ്വാനത്തിൻ്റെ സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയും ഫിസിക്കലി ഉള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ മെക്കനൈസ് ചെയ്യപ്പെടുകയും ചെയ്തൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ബ്രെയിൻ യൂസ് ചെയ്യുകയും ശരീരത്തെ അധികം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്ത സമയത്താണ് വ്യായാമത്തിൻ്റെ കുറവ്, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വ്യായാമത്തിൻ്റെ കുറവ് നമ്മളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ അളവ് കൂടാൻ തുടങ്ങി. കൊളസ്ട്രോളും പ്രഷറും അടക്കമുള്ള അമിതവണ്ണവും അടക്കമുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി. ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് പിന്നെന്താ കഴിയുക? നമുക്ക് ഇത്രയും വ്യായാമം എടുക്കാനുള്ള സംവിധാനമില്ല. അവിടെയും ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് ആ പരിമിതമായ സമയത്ത് ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ മാത്രം തനിക്ക് ലഭ്യമായിട്ടുള്ളൂ എങ്കിൽ ആ സമയത്തിനുള്ളിൽ പരമാവധി നമ്മളുടെ ഫാറ്റിനെ കത്തിച്ച് കളയുന്ന, ബേൺ ചെയ്യുന്ന തരത്തിലേക്കുള്ള എക്സസൈസുകൾ പാക്ഡായിട്ട് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്ന തൊഴിൽ മേഖല നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ഉടലെടുത്തു വന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉള്ളത് അമേരിക്കയിലാണ്. ഏറ്റവും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ്. ഏതാണ്ട് 16% മുകളിൽ ആനുവൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാണാൻ കഴിയുന്ന തൊഴിൽ രംഗത്തേക്ക് പുതിയതായിട്ട് ഇത്രയധികം പുതിയ ആൾക്കാരെ ആവശ്യമായിട്ട് വരുന്നൊരു തൊഴിൽ മേഖല കൂടിയാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങി അത്തരത്തിലുള്ള ട്രെയിനിങ് നൽകാൻ കഴിയും. ഇത്തരത്തിൽ വെൽനസ് ട്രെയിനിങ് നടത്തുന്ന വിവിധ മേഖലകളിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ആ സാധ്യതകളെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക? ഇവിടെ തന്നെ വിവിധ മേഖലകളുണ്ട്. ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്ന മേഖല എടുക്കുമ്പോൾ അവിടെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ശൈലികളിലുള്ള പരിശീലനങ്ങൾ കാണാൻ സാധിക്കും. ജിമ്മുകളുണ്ട്. ജിമ്മുകൾ പ്രധാനമായിട്ടും ബോഡി ബിൽഡിംഗ്, വെയ്റ്റ് ലോസ്, ഈ 2 മേഖലകളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ വെയിറ്റ് ഉള്ള ആൾക്കാരുടെ വെയിറ്റ് കുറയ്ക്കുക. ഈ 2 മേഖലകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന തരം ട്രെയിനിങ് പ്രോസസ്സുകളുണ്ട്, പ്രോഗ്രാമുകളുണ്ട്. അതേപോലെ തന്നെ അസുഖബാധിതനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനുള്ള കാർഡിയോ വാസ്കുലർ എക്സസൈസുകൾ, അങ്ങനെയുള്ള മേഖലകൾ ഒരു വശത്ത് നിൽക്കുന്നു. ഇനി ഇതൊന്നും അല്ലാതെ മറ്റ് ചില യോഗ, സൂംബ, ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള മേഖലകൾ ഇവിടെ ട്രെയിനിങ് രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിലൊക്കെ ട്രെയിനിങ് നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ആ സ്ഥാപനങ്ങൾ ഇനി തൊഴിൽ മേഖല എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓൺലൈൻ കാലഘട്ടമാണിത്. അപ്പോൾ ആ ഡിജിറ്റൽ ലോകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ആ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലിരുന്നു കൊണ്ട് ഈ ലോകത്ത് എവിടെയുള്ള കസ്റ്റമേഴ്സിനെയും നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ള വിശാലമായ നമ്മുടെ ആ ഒരു ട്രെയിനിങ് മാർക്കറ്റിനെ കുറേ കൂടെ ഗ്ലോബലി വൈഡൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് മതിയായ ട്രെയിനിങ് ലഭിച്ച, പരിശീലനം ലഭിച്ച ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഒരു ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് ചില സമയത്ത് ആവശ്യമായിട്ട് വരും. ചില സമയത്ത് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഡിയോ വാസ്കുലർ ട്രെയിനിങ് പോലെ, ഫിറ്റ്നസ് പോലുള്ള മേഖലകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഓരോ വ്യക്തിയെയും നമ്മൾ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യേണ്ടി വരും. എന്നാൽ കോമൺലി വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരെയും ഒരേപോലെ ഒന്ന് അറ്റൻഷൻ കൊടുത്തു പോയാൽ മതി. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതുപോലെ തന്നെ പഠിച്ച് പുറത്തിറങ്ങാൻ ഇതിനും നമുക്ക് പരിശീലന സ്ഥാപനങ്ങളുണ്ട്. ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമുക്ക് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. യോഗ പോലുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്കോൾ കേരള പോലുള്ള സ്ഥാപനങ്ങൾ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാച്ചുറോപ്പതി ആൻഡ് യോഗ വേണമെങ്കിൽ മെഡിക്കൽ രംഗത്ത് നിന്ന് പഠനം നടത്താനായിട്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ചെറിയ ഒരു കാലം കൊണ്ട് പഠിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്ന മേഖലയാണ്. ഇവിടെ ന്യൂട്രീഷ്യൻ പോലുള്ള ഈ നമ്മുടെ അടുത്ത് വരുന്ന ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരുടെ ഭക്ഷണക്രമങ്ങൾ കൃത്യമാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ വല്ലാതെ ഇൻടേക്ക് ഉണ്ടാവുകയും
അതോടൊപ്പം തന്നെ വെയിറ്റ് ലോസ് ആവശ്യമായിട്ട് വരികയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണക്രമങ്ങളെ അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒരു ന്യൂട്രീഷൻ വാല്യൂ അവരുടെ പഠന രംഗത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് മതിയായ ട്രെയിനിങ് ലഭിച്ച ട്രെയിനേഴ്സിൻ്റെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ വഴി ഈ രംഗത്ത് സൗജന്യമായിട്ട് പഠിക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് പാക്കേജ് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ ട്രെയിനിങ് ലഭ്യമായിട്ടുള്ള സ്കൂളുകൾ അന്വേഷിച്ചിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ വഴി നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ പഠനത്തിന് പാരലായിട്ടോ പഠനത്തിന് ശേഷമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അതും സൗജന്യമായി ലഭിക്കുന്ന ഒരു പഠന സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വിശാലമായ തൊഴിൽ സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെട്ടു വരുന്നു. സ്വന്തമായി ചെയ്യുന്നതിനും അതല്ല ഇപ്പോൾ കോളേജ് സ്കൂളുകളിലൊക്കെ ഹോസ്റ്റലുകളോടനുബന്ധിച്ച ജിംനേഷ്യങ്ങളും ഇതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനിങ് സെൻറ്റേഴ്സും നമുക്ക് ലഭ്യമാണ്. വെൽനസ് സെൻറ്റേഴ്സ് ധാരാളം സ്ഥാപനങ്ങൾ തന്നെ ഈ രംഗത്ത് വളരെ പ്രൊഫഷണലായിട്ട് കോർപ്പറേറ്റ് ലെവലിൽ തന്നെ ട്രെയിനിങ് നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. IT പാർക്കുകളിലും വലിയ വലിയ കമ്പനികളിലും ആംഡ് ഫോഴ്സുകളിലുമൊക്കെ വെൽനസ് ട്രെയിനേഴ്സിൻ്റെ ആവശ്യം വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ കോളേജുകളിൽ ഒക്കെ ഇത്തരത്തിലുള്ള ഈ മേഖലയിലുള്ള ട്രെയിനേഴ്സിൻ്റെ തൊഴിൽ സാധ്യത വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടം. സ്വാഭാവികമായിട്ടും ഇനി വരും കാലഘട്ടത്തിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെയൊക്കെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു അവബോധം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ ആകുലതകൾ പരിഹരിക്കുന്നതിന് മതിയായ സർവീസ് കൊടുക്കുന്ന തരത്തിലേക്കുള്ള വളരെ വിശാലമായ ഒരു തൊഴിൽ ലോകം തന്നെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുള്ളത്.